CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPM ഒരു ബീവറേജ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. MLAയുടെ ഇടപെടൽ അവകാശവാദം മാത്രമാണെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ കാഞ്ഞിരത്തെ ബീവറേജ് പ്രശ്നം പാർട്ടിക്ക് മുൻപിൽ വന്നിട്ടില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. കുമരംപുത്തൂരിലെ CPMനെ രൂക്ഷമായി വിമർശിച്ച UDF നേതാക്കൾ. ഉദ്യോഗസ്ഥനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച സംഭവം അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ. കുമരംപുത്തൂർ പഞ്ചായത്ത് പരിസരത്ത് UDF രാഷ്ട്രീയ പൊതുയോഗം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലത്ത് പ്രഭാത സവാരിക്കിടെ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. മായന്നൂർ പാലത്തിന് മുകളിൽ വെച്ചാണ് കടിയേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. സംസ്ഥാനത്ത് പെരുമഴ വരുന്നു. അടുത്ത 3 ദിവസം വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം വ്യക്തമായ സാഹചര്യത്തിൽ പ്രദേശത്ത് വനംവകുപ്പ് കെണി സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം CCTV ക്യാമറയിൽ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. CPM ഒരു ബീവറേജ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. MLAയുടെ ഇടപെടൽ അവകാശവാദം മാത്രമാണെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ കാഞ്ഞിരത്തെ ബീവറേജ് പ്രശ്നം പാർട്ടിക്ക് മുൻപിൽ വന്നിട്ടില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. കാഞ്ഞിരത്തെ ബീവറേജ് പാർട്ടിക്ക് വേണ്ടെന്ന് തീരുമാനിച്ചുകൂടെ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. MS സ്കൂളോ ഹൈസ്കൂള്, അതിൻ്റെ അടുത്തൊരു ബീവറേജ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ MLA പറഞ്ഞ ഞാനാണ് എന്നാണ്. ആ അല്ലേ? അതെ, ഞാനാണ് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, CPMന് ബീവറേജ് ഔട്ട്ലെറ്റ് ഇന്നവിടെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ വേണ്ട തന്നെ. അതിപ്പോ MLAന്റെ ശുപാർശ ഒന്നും വേണ്ട കാര്യമില്ല. പക്ഷെ ഇവരൊക്കെ അവകാശപ്പെട്ട് കളയും. CPM ഒരു ബീവറേജ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. MLAയുടെ ഇടപെടൽ അവകാശവാദം മാത്രമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. മണ്ണാർക്കാട് കോളേജ് പരിസരത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് വേണ്ടെന്ന് വെക്കാൻ തന്നെയും ആളുകൾ സമീപിച്ചിട്ടുണ്ടെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ഈ കാര്യം വേണ്ട വെക്കാൻ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അവിടെ വരാൻ പോകുന്നില്ല, അതേക്കുറിച്ച് ബേജാറാവണ്ട. ഇപ്പൊ നമുക്കത് പറയാൻ സാധിക്കുമല്ലോ, പറയാൻ പറ്റില്ലേ? എവിടെ ഇത് വേണം വേണ്ട എന്ന് പറയാൻ പറ്റുന്ന പാർട്ടിയാണല്ലോ ഇപ്പൊ നമ്മള്. അപ്പൊ ഞാൻ പറയുന്നത്, പല കാര്യങ്ങളും ഈ കേരളത്തിൽ നമ്മൾ ചെയ്യും, ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെടും. ഈ 8 മമ്മൂഞ്ഞിന്റെ സൈസാണത്. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഞങ്ങൾക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട. ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ, ആ മനുഷ്യന് എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളുണ്ടോ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഹൈലൈറ്റ് ചെയ്ത് കളയാമെന്ന നിലപാടാണ് മണ്ണാർക്കാട്ടെ മാധ്യമപ്രവർത്തകർക്കുള്ളെന്ന് സുരേഷ് ബാബു പരിഹസിച്ചു. മണ്ണാർക്കാട് ഭയങ്കര മാധ്യമങ്ങളുടെ മണ്ണാർക്കാട്ടിലെ മാധ്യമങ്ങൾ എങ്ങനെയാ ചോദിച്ചാ, ഇപ്പൊ നമ്മളെങ്ങനെ ഫോട്ടോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. ഇവൻ എന്തെങ്കിലും പറഞ്ഞാ അതിനെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് കളയാ. ഇത്രയേ ഉള്ളൂ അവരുടെ. നിങ്ങൾ വിചാരിക്കണമെന്നൊന്നും സുരേഷ് ബാബുവിന്റെ വായിന്ന് കിട്ടില്ല. അതിനെ പറ്റി ആളുകൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്നെ കിട്ടില്ല അതിന്. അതുകൊണ്ട് നിങ്ങളിപ്പോ ഞാൻ വരുന്നവിടെയൊക്കെ വരുന്നത് വെറുതെ വേസ്റ്റ് ആട്ടാ. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ നന്നായിട്ട് ഈ വീട് ചെയ്തതിന് കൊടുക്കുക. അത് നിങ്ങൾ ആരും മോശക്കാരാണെന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ എവിടെയെങ്കിലും തല കാണിക്കുക, എന്നിട്ട് അവരുടെ മുമ്പിൽ ഒരാളാവുക, ഇതൊന്നും ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ലാത്ത കാര്യമാണ്. അതേസമയം താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് സുരേഷ് ബാബു തിരുത്തി. ഞാൻ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മയില്ല. അതെ, ഞാൻ പറഞ്ഞത് ഇപ്പോ പാർട്ടിയാണല്ലോ,
അത്യാവശ്യം തീരുമാനങ്ങൾ എടുക്കാലോ എന്നാ പറഞ്ഞു. അല്ലാതെ പാർട്ടി തീരുമാനിച്ചതല്ല. അതിലല്ല, അതെ, ഇതാണ് അതിന്റെ അർത്ഥം. അതിനർത്ഥം ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി അല്ല ഞാൻ പറഞ്ഞത്. കാഞ്ഞിരത്ത് ജനങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് വരില്ല. പറഞ്ഞു മനസ്സിലായി. കാഞ്ഞിരത്ത് ജനങ്ങൾ അതിനെതിരാണെങ്കിൽ ഞങ്ങൾക്കൊരു മറ്റേ നിർബന്ധ ബുദ്ധിയില്ല ഈ കാര്യത്തിൽ. അത് വരില്ല. ജനങ്ങളുടെ മനസ്സനുസരിച്ചാണല്ലോ ഞങ്ങൾ പ്രവർത്തിക്കുക. ഏതെങ്കിലും ഒരു ബ്രാൻഡ് ഷാപ്പ് വരുന്ന എന്നുള്ളതൊന്നുമല്ല ഞങ്ങളുടെ അജണ്ട. ആ ബ്രാൻഡ് ഷാപ്പ് വരുന്നത് കൊണ്ട് അവിടെ ജനത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ പ്രശ്നം. ആ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് ഏത് ഈ ബീവറേജ് ഔട്ട്ലെറ്റ് വന്നാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ അത് വരുത്താണ്ടിരിക്കുക എന്നുള്ളതാണ്. എവിടെ? എന്താ കല്ലമല? പാർട്ടി കല്ലമല പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് എല്ലാം തന്നെ അറിയാം. അവിടെ ഒരു ഇഷ്യൂസ് അവിടെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. അതെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞത് ഞാൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, തെലുങ്കിലും അല്ല, കർണാടകത്തിലും അല്ല, പിന്നെ മലയാളത്തിലാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്താ പറഞ്ഞത്? ജനങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആ ജനങ്ങളുടെ പ്രശ്നത്തിന്റെ ഒപ്പമാണ് CPM. മനസ്സിലായ? അപ്പൊ ആ ജനങ്ങളുടെ മനസ്സിലെ വിഷയം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ആ പ്രശ്നം പരിഹരിക്കുള്ളൂ. അപ്പൊ വേണ്ടാതാണെങ്കിൽ ആ വേണ്ടാത്തതിനൊപ്പമാണ് CPM. എന്നാൽ താൻ മണ്ണാർക്കാട്ടെ മാധ്യമപ്രവർത്തകരെ ആക്ഷേപിച്ചിട്ടില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. മണ്ണാർക്കാട് മീഡിയാസ് ഇവിടെ നിരവധിയുണ്ട്. ആ മീഡിയാസ് ചില വാർത്തകൾക്ക് വേണ്ടിയിട്ടാ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. വാർത്തകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ വരുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളെന്തിനാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ക്യാമറയിൽ തന്നെ എടുത്താലും സുരേഷ് ബാബുവിന് ഒരു പ്രശ്നവുമില്ല. മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല. ഞാൻ നിങ്ങളെ ആക്ഷേപിച്ചതല്ല. ഒന്ന്, നിങ്ങൾ സാധാരണഗതിയിൽ ഇവിടെ ഞങ്ങളുടെ അടുത്തൊന്നും കാണാത്ത മീഡിയാസ് ഇവിടെ ഉണ്ട്. അതാണ് ഒന്ന്. മണ്ണാർക്കാട് വന്നത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും സുരേഷ് ബാബുവിന്റെ വായന കിട്ടില്ല. അതാണ് ഉദ്ദേശിച്ചത്. കുമരംപുത്തൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ബാബു. CCN മണ്ണാർക്കാട്. കുമരംപുത്തൂരിലെ CPM-നെ രൂക്ഷമായി വിമർശിച്ച UDF നേതാക്കൾ. ഉദ്യോഗസ്ഥനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച സംഭവം അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ. കുമരംപുത്തൂർ പഞ്ചായത്ത് പരിസരത്ത് UDF രാഷ്ട്രീയ പൊതുയോഗം സംഘടിപ്പിച്ചു. അതേസമയം ആരോപണ വിധേയനായ സഹദ് പരിപാടിയിൽ പങ്കെടുത്തില്ല. പരിപാടി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം CPM-നെന്ന് മനസ്സിലായിട്ടുണ്ടാവും. UDF ഒക്കെ അതിരാവിലെ സമരത്തിന് ഒരുങ്ങാത്തവരാണ്. ഈ തെരഞ്ഞെടുപ്പില് നിങ്ങളോട് 2 തെരഞ്ഞെടുപ്പിന് ഏറ്റുമുട്ടാൻ ഈ കുമരംപുത്തൂര് നിങ്ങളുടെ ഹോം ഗ്രൗണ്ടും നിങ്ങളുടെ കളിക്കളവുമായിരുന്ന കുമരംപുത്തൂര് ഐക്യജനാധിപത്യ മുന്നണി സജ്ജമാണ് എന്നാണ് ഈ വിശദീകരണ യോഗം ഇന്ന് അറിയിക്കുന്നത്. വിമർശിക്കാൻ മതാചാരം കൂട്ടുപിടിക്കരുതെന്നും BJP-യുടെ ശൈലി CPM-ന് നല്ലതാണോ എന്നും മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി റഷീദ് ആലായൻ ചോദിച്ചു. പാർട്ടിയെ ഓടിയിട്ട കക്കിണെന്ന് പറഞ്ഞ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ അത് കേട്ട പരിചയല്ലോലാണല്ലോ. പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ കേട്ട പരിചയല്ലോല. നമ്മള് CPM-ഉം ലീഗും കോൺഗ്രസും ഒക്കെ കൃത്യമായി മണ്ണാർക്കാട് തർക്കിച്ചു പോകണം. തർക്കിക്കുന്ന രാഷ്ട്രീയക്കാരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. അല്ലാതെ അന്തിക്കച്ചവടം നടത്തുന്നവരെ നമ്മളാരും ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ ഒരു BJP-യുടെ ശൈലിയിൽ ഒരു CPM-ന്റെ പുതിയൊരു പ്രവർത്തകൻ സംസാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ, ഒരു നല്ല കീഴ്വഴക്കമാണോ എന്നാലോചിക്കേണ്ടത് മണ്ണാർക്കാട്ടെ CPM നേതൃത്വമാണ്. ഞാൻ CPM-നെ വിമർശിക്കാൻ, മറ്റേതെങ്കിലും പാർട്ടിയെ വിമർശിക്കാൻ, ഏതെങ്കിലും മതാചാരത്തെ ഉദാഹരണമാക്കി കൂട്ടുപിടിച്ച് പ്രസംഗിക്കുന്നത് അത് മണ്ണാർക്കാട് പരിചിതമല്ലാത്തതാണ്. ആലോചിക്കേണ്ടത് CPM ആണ്. ഇങ്ങനെ പ്രസംഗിക്കുന്നത് CPM-ന്റെ ശൈലിയാണോ അതോ RSS-ന് വേണ്ടി കൊണ്ടാണോ പ്രസംഗം എന്ന് വിശദീകരിക്കേണ്ടത് CPM-ന്റെ നേതൃത്വമാണ്. MS കോളേജിന് സമീപം ബീവറേജ് ഒഴിവാക്കിയത് MLA ഇടപെട്ടാണെന്നും എട്ടുകാലി മമ്മൂഞ്ഞുമാർ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. MLA ഇതിന്റെ എക്സൈസ് കമ്മീഷണറെ വിളിച്ചു. അതുപോലെ തന്നെ ബീവറേജുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു. MLA പറഞ്ഞു ഞാൻ ഉൾപ്പെടെ മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ള സമരത്തിന് ഐക്യജനാധിപത്യ മുന്നണി മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു എങ്കിൽ ഞങ്ങൾ ഇതിന് പിന്മാറുന്നു എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വിളിച്ചു പറഞ്ഞു.
മിഞ്ഞാന്ന് രാത്രി വിളിച്ച് പറഞ്ഞപ്പോ അത് MLA എന്ത് ചെയ്തു? സ്വാഭാവികമായി മണ്ഡലത്തിന്റെ MLA എന്നുള്ള ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഉടമകളോടൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു രാവിലെ ഏതായാലും പത്രക്കാരെ കിട്ടാൻ വേണ്ടിയാണ് ഉച്ചക്ക് പറയാന്ന് പറഞ്ഞു. അപ്പൊ ചിലവര് പറഞ്ഞു ഇത് ഞങ്ങൾ നടത്തിയത്, ഞങ്ങളെ പ്രതിഷേധം കൊണ്ട്, ഞങ്ങൾ അതിന്റെ പിന്നാലെ പോകണം, ഞങ്ങളെ പ്രതിഷേധം കൊണ്ടാണ് ഇത് മാറിയത്. 8 കാലി മമ്മിഞ്ഞി നമ്മൾ കേട്ടിട്ടുണ്ട്. 8 16 കാലി മമ്മിഞ്ഞിമാര് മണ്ണാർക്കാടുള്ളത് ഞങ്ങൾ ആദ്യമായിട്ട് അറിയാണ്. ഇമ്മാരി മമ്മിഞ്ഞികള്, ഇജാതി മമ്മിഞ്ഞികള് MLA ഇടപെട്ടിട്ട് ഒരു വിഷയം പരിഹരിച്ച പറയാൻ ഞങ്ങളാണ്. മുമ്പ് ഇവിടെ ഒരുപാട് കാരണന്മാരിട്ടുണ്ട് പാടത്തൊക്കെ പണിയെടുക്കുന്നത്. പാടത്ത് പണിയെടുത്തിട്ട് മുമ്പ് ഒരു കഥയാണ്. പാടത്ത് പണിയെടുത്തപ്പോ ഒരാളെ മൂർഖമ്പാമ്പ് കൊത്തി. വണ്ടി വരാത്ത സമയമാകുമ്പോ അംശം എല്ലാരും പാടെ ഇയാളെടുത്ത് ഏറ്റുകൂടി. ഏറ്റിങ്ങനെ ഓടുകയാണ്. വണ്ടിന്റെ അടുത്തേക്ക് തോട്ടുംകരത്തിൽ ഇങ്ങനെ ഓടുമ്പോ പറഞ്ഞു ബഷീറാക്ക, അപ്പൊ മണ്ണിനെ പറഞ്ഞില്ല ഞങ്ങളോട് കളിച്ച് അങ്ങനെ ഉണ്ടാവും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ അഴിമതി നടത്തിയ UDF-ന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ അഴിമതിക്കാരെ ചെവിക്ക് പുറത്താക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. അത് UDF-കാർ ചെയ്യും. അത് രാജരാപ്പാടത്ത് ചെയ്താലും നൗഫൽ തങ്ങൾ ചെയ്താലും സാഹദ് ചെയ്താലും UDF-ൽ അതിന് ഉറപ്പുള്ള നേതാക്കളുണ്ട് മണ്ണാർക്കാട്. അപ്പൊ അങ്ങനെ ഒരഴിമതിയും ഇല്ലാതെ വളരെ സുഖസുന്ദരമായി 5 വർഷത്തോളം ഈ പഞ്ചായത്തില് നല്ലൊരു ഭരണം കാഴ്ചവെക്കുമ്പോ നിങ്ങൾ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആഭാസ സമരമൊന്നും UDF-ന്റെ നേരെ വേണ്ട. പിന്നെ നിങ്ങളതില് ചെറിയൊരു കൊക്കക്കണീസ് ഉണ്ടാക്കി. നാടൻ ഭാഷയിൽ കൊക്കക്കണീസ് എന്നാ പറയാം. ഏതോ ഒരു കോൺഗ്രസിന്റെ നേതാവ് CPM-ന്റെ നേതാവിനെ ഏതോ ഒരു വാറോല രാത്രി 12 മണിക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നാ പറഞ്ഞു. നിങ്ങൾ ദയവ് വിചാരിച്ച ഒന്നും വേണ്ട, ഇന്ന നേതാവ് തന്നു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ നേതാവ് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടാവില്ല. പോലീസിൽ പരാതി നൽകിയ ഉദ്യോഗസ്ഥനെ നിയന്ത്രിക്കണമെന്ന് CPM നേതാക്കളും പറഞ്ഞിരുന്നു. ശേഷം തലയിൽ മുണ്ടിട്ട് പോയി കള്ളക്കേസ് കൊടുപ്പിച്ചു. കുമരമുത്തൂർ CPM-നെതിരെ നൌഫൽ തങ്ങളും ആഞ്ഞടിച്ചു. സെക്രട്ടറി കാണാൻ വന്ന കോൺഗ്രസ് നേതാവിനെ വെളിപ്പെടുത്തണമെന്നും നൌഫൽ തങ്ങൾ പറഞ്ഞു. ഇപ്പൊ ആരൊക്കെ മുണ്ടിട്ട് പേപ്പറിട്ട് ചെന്നു എന്ന് പറയുന്ന മഹാനായ നേതാവും കൂട്ടരും നട്ടപ്പാതിരാക്കി ഇല്ലാത്ത കള്ളക്കേസെടുപ്പിക്കാൻ മുണ്ടിട്ട് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയതിന്റെ ഭാഗമായി കള്ളക്കേസ് കൊടുത്തു. അല്ലെ ആരപ്പൊ ഈ ജാതി പേരുടെ കേസൊക്കെ പറഞ്ഞു വരുന്നത്? ഗൗരിയമ്മ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ EMS നമ്പൂതിരിപ്പാട് എന്നെ ജാതിപ്പേര് വിളിച്ച് ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. സഖാവേ, ഇനി ഒരു കാര്യം കൂടിയും പറഞ്ഞുതരാം. പ്രിയപ്പെട്ട റഷീദാലാൻ ഇവിടെ സംസാരിച്ചല്ലോ, നല്ല ദമ്മലും 10 തല കുലുക്കി നേതാവ് വെക്കുന്ന സമയത്ത് ചാണുക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. റഷീദാലാനും നൗഫൽ തങ്ങളും നിങ്ങളുടെ തമ്പുരാൻ കുട്ടി തല കുലുക്കിയപ്പോ ഞങ്ങൾ വിറച്ചിട്ടില്ല. എന്നിട്ടാണ് അതിന്റെ ഒന്നും അയലോകത്തേക്ക് എത്താതെ നിൽക്കുന്ന ആളുകൾ വന്ന് തുമ്പുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വിറച്ച് ചാകുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. ഭരണസമിതി അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ കയ്യാമമല്ല ഒരു വളയിട്ടെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്നും നൌഫൽ തങ്ങൾ പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രി 2 ചങ്കുണ്ട് നിങ്ങൾ പറയുന്ന ഒരു ചങ്ക് തികച്ചില്ല എന്ന് ഞങ്ങൾ പറയുന്ന പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേറ്റ് ഭരണം നിങ്ങളുടെ കയ്യിലാണ്. ഈ പോട്ടെ, നിങ്ങളെ മൂത്താപ്പയാണല്ലോ പ്രധാനമന്ത്രി, നിങ്ങളെ ഘടകകക്ഷി RSS അവരെ കൂട്ടുപിടിച്ചെങ്കിലും അഴിമതിയുടെ 6 ഇഞ്ച് തെളിയിച്ച് ഞങ്ങളെ കയ്യിൽ കയ്യാമം വേണ്ടതോ ഒരു വളയെങ്കിലും അണിയിച്ചു കൊണ്ടുപോകാനുള്ള ചുണക്കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വാ. കുമരമ്പത്തൂർ പഞ്ചായത്ത് അംഗം സഹദ് ഉദ്യോഗസ്ഥനെ ജാതിപ്പേര് വിളിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു എന്ന് ഉദ്യോഗസ്ഥൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് LDF രംഗത്ത് വന്നിരുന്നു. പ്രതിഷേധ മാർച്ചിൽ UDF-നെ വിമർശിച്ചു. ഇതേ തുടർന്നാണ് UDF രാഷ്ട്രീയ പൊതുയോഗം സംഘടിപ്പിച്ചത്. അതേസമയം UDF സംഘടിപ്പിച്ച രാഷ്ട്രീയ പൊതുയോഗത്തിൽ ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗം സഹദ് അരിയൂർ പങ്കെടുത്തില്ല. മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗം അസീസ് പച്ചേരി അധ്യക്ഷത വഹിച്ചു. പൊൻപാറ കോയക്കുട്ടി, രാജനമ്പാടത്ത് KK ബഷീർ, ശശി ആക്കിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. CCN മണ്ണാർക്കാട്. സംസ്ഥാനത്ത് പെരുമഴ വരുന്നു. അടുത്ത 3 ദിവസം വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു.
തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ മുന്നറിയിപ്പ് സൈറൻ മുഴക്കി. 7 ദിവസം കനത്ത മഴ തുടരും. 2 ദിവസത്തിനകം കാലവർഷം എത്തിയേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 27 വരെ മത്സ്യബന്ധനം വിലക്കി. നാളെ കള്ളക്കടൽ മുന്നറിയിപ്പുമുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച 6 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അടുത്ത 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് CCN. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് വനിതാ വിംഗ് സംഘടിപ്പിച്ച മൈലാഞ്ചി മഞ്ച് മെഹന്തി ഫെസ്റ്റ് ശ്രദ്ധേയമായി. മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. മെഹന്തി ഫെസ്റ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബാസിദ് മുസ്ലിം ഉദ്ഘാടനം ചെയ്തു. അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സംഘടന വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണയുടെ കൂടെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു മത്സരം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഈ മത്സരത്തിൽ മത്സരാർത്ഥികളായി എത്തിയവരുടെ കാര്യം പ്രത്യേകം പരാമർശിക്കാതിരിക്കാനില്ല. വളരെ ടൈറ്റ് ആയിട്ടൊരു കോമ്പറ്റീഷനാണ്. പക്ഷേ സമ്മാനാർഹരെ തെരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു മത്സരമായിരുന്നു ഇവിടെ നടന്നത്. അതിൽ അക്കാര്യത്തിൽ മത്സരിച്ച എല്ലാവരെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വനിതകൾക്ക് എന്നും മാതൃകയായ മണ്ണാർക്കാട് വനിതാ വിങ്ങിന്റെ പ്രവർത്തനം വ്യാപാരി വ്യവസായി സംഘടനയുടെ കരുത്താണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വനിതാ വിംഗ് പ്രസിഡന്റ് സന്ധ്യ അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് രമേശ് പൂർണിമ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷമീർ യൂണിയൻ, യൂത്ത് വിംഗ് മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഷമീർ, വനിതാ വിംഗ് സെക്രട്ടറി മീനാക്ഷി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 40ഓളം മത്സരാർത്ഥികൾ പങ്കാളികളായ മെഹന്തി ഫെസ്റ്റിൽ ഫാത്തിമത്ത് റിൻഷ 1ാം സ്ഥാനം നേടി. മുഷ്രിഫ, സഫ എന്നിവർ 2, 3 സ്ഥാനങ്ങൾ നേടി. മത്സരത്തിൽ വിജയികളായവർക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. CCN മണ്ണാർക്കാട്. നാഷണൽ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ കൊണ്ടോട്ടി കരുവാൻകല്ലിൽ ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്പോർട്സ് സ്കൂൾ യാഥാർത്ഥ്യമാവുന്നു. കേരള സിലബസിൽ 8 മുതൽ +2 വരെ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശാലമായ 5 ഏക്കറിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്പോർട്സ് സ്കൂളിലേക്കുള്ള ഫുട്ബോൾ സെലക്ഷൻ ശനിയാഴ്ച വേങ്ങര സബാഹ് സ്ക്വയറിൽ രാവിലെ 9-ന് MSP അസിസ്റ്റന്റ് കമാൻഡന്റ് P. ഹബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷനുമായി സഹകരിച്ചാണ് വേങ്ങരയിൽ സെലക്ഷൻ ക്യാമ്പ് വെച്ചിട്ടുള്ളത്. ഈ നാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അണ്ടറിൽ ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ മാനേജർ ഷാഫി അരീക്കൻ സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് മുഹമ്മദ് മാസ്റ്റർ. മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നെക്സ്റ്റ് സ്കൂളുമായി സഹകരിച്ചാണ് ഈ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളോടൊപ്പം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും അതേപോലെ തന്നെ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷനും ഈ നെക്സ്റ്റ് സ്കൂളുമായി സഹകരിച്ചിട്ടാണ് ഈ പരിപാടികളെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജില്ലയിൽ ആക്റ്റീവായ ക്ലബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണവും അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ കൂട്ടയോട്ടവും അതേപോലെ തന്നെ മെഗാ റിലേയും സ്കൂളിന്റെ അണ്ടറിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ജൂലൈ 12-നാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക, വരും തലമുറയെ ഈ മാരക വിപത്തിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് നാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ നയീം ചേറൂർ, മുജീബ് താനാളൂർ, K. മുഹമ്മദ്, ഷാഫി അരീക്കൻ എന്നിവർ സംബന്ധിച്ചു. CCN മലപ്പുറം.
ഒറ്റപ്പാലത്ത് പ്രഭാത സവാരിക്കിടെ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. മായന്നൂർ പാലത്തിന് മുകളിൽ വച്ചാണ് കടിയേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. മായന്നൂർ പാലത്തിന് മുകളിൽ വെച്ചാണ് 3 പേർക്ക് കടിയേറ്റത്. അതിൽ ഗുരുതരമായി പരിക്കേറ്റ ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശി റഷീദിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. റഷീദിന് കാലിലും ഇരു കൈകൾക്കും നെഞ്ചിലും കഴുത്തിലും കടിയേറ്റിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. മായന്നൂർ സ്വദേശിനി കോമളവല്ലിക്ക് കാലിലാണ് കടിയേറ്റത്. മറ്റൊരു വയോധികയ്ക്ക് നേരെ കടിക്കാൻ ശ്രമിച്ച ശേഷം തിരിഞ്ഞൂടിയ നായയാണ് കോമളവല്ലിയെ കടിച്ചത്. പേയിളകിയ നായയാണോ എന്ന സംശയത്തിലാണ് നാട്ടുകാർ. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ മണ്ണാർ മലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം വ്യക്തമായ സാഹചര്യത്തിൽ പ്രദേശത്ത് വനംവകുപ്പ് കെണി സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം CCTV ക്യാമറയിൽ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 9:30യോടെയാണ് മണ്ണാർമലയിൽ നിന്നും പുലി റോഡിലേക്ക് ചാടുന്നത് നാട്ടുകാർ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നാട്ടുകാരനായ ബൈക്ക് യാത്രികൻ പുലിയെ കണ്ടിരുന്നു. പ്രദേശത്ത് സ്ഥാപിച്ച CCTVയിലും പുലിയുടെ സാന്നിധ്യം നേരത്തെയും വ്യക്തമായിരുന്നു. തുടർന്ന് MLA നജീബ് കാന്തപുരം ഉൾപ്പെടെ വനംവകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. തുടർന്ന് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കൂട് സ്ഥാപിക്കാൻ തീരുമാനമായത്. CCN പെരിന്തൽമണ്ണ. ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ 35ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC മെമ്പർ TP മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CK അൻവർ അധ്യക്ഷനായി. പുഷ്പാർച്ചനയ്ക്ക് മുതിർന്ന അംഗം PK കുഞ്ഞാപ്പു നേതൃത്വം നൽകി. INTUC ജില്ലാ സെക്രട്ടറി CK അബ്ദുൾ റഫീഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT ശങ്കരൻ, DKTF മണ്ഡലം പ്രസിഡന്റ് സാലിഹ് കുന്നത്ത്, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് M രാമനുണ്ണി, K ഹരിദാസൻ നായർ, T മൊയ്തീൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM ഒരു ബീവറേജ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ വേണ്ടെന്ന് തന്നെയാണ്. MLAയുടെ ഇടപെടൽ അവകാശവാദം മാത്രമാണെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. എന്നാൽ കാഞ്ഞിരത്തെ ബീവറേജ് പ്രശ്നം പാർട്ടിക്ക് മുൻപിൽ വന്നിട്ടില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. കുമരംപുത്തൂരിലെ CPMനെ രൂക്ഷമായി വിമർശിച്ച UDF നേതാക്കൾ. ഉദ്യോഗസ്ഥനെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച സംഭവം അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ. കുമരംപുത്തൂർ പഞ്ചായത്ത് പരിസരത്ത് UDF രാഷ്ട്രീയ പൊതുയോഗം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലത്ത് പ്രഭാത സവാരിക്കിടെ 3 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. മായന്നൂർ പാലത്തിന് മുകളിൽ വെച്ചാണ് കടിയേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. സംസ്ഥാനത്ത് പെരുമഴ വരുന്നു. അടുത്ത 3 ദിവസം വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം വ്യക്തമായ സാഹചര്യത്തിൽ പ്രദേശത്ത് വനംവകുപ്പ് കെണി സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം CCTV ക്യാമറയിൽ പുലി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.